ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത്ര സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ലൈന് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മുടെ ഗ്ലാസ്സിലെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ യൂസ് ചെയ്യുന്ന അതിൻ്റെ പകുതി പഞ്ചസാര എടുക്കണം. പിന്നെ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. അത് തിളയൊക്കെ ഇപ്പം വന്ന് തുടങ്ങിയിട്ടാണേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു 3 ഏലക്കായ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ് കൂടി ഇടുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് തിളച്ച് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഒറ്റനൂൽ പരുവൊന്നും ആകുമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയാൽ മാത്രം മതി. ഈ പഞ്ചസാരയ്ക്ക് നല്ലോണം ഒന്ന് ഈ വെള്ളത്തിലൊക്കെ അലിഞ്ഞ് കിട്ടില്ലേ, അങ്ങനെ ആയാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ സെയിം ഗ്ലാസ്സിലെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ്സിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടി വേണം. അത് പാൽപ്പൊടിയാണ്. 2 ടീസ്പൂൺ പാൽപ്പൊടി കൂടെ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി നിർബന്ധമാണ് കേട്ടോ. പാൽപ്പൊടി മിസ്സാക്കരുത്. അതും കൂടി ഇടുന്ന സമയത്താണ് ഇതിന് സൂപ്പർ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇട്ട് കൊടുത്തതേയുള്ളൂ, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിനുള്ള പാകത്തിന് ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അപ്പക്കാരമല്ലേ, ബേക്കിംഗ് സോഡ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മിസ്സായതാണ് ഇത് കാണിക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എല്ലാം കൂടെ കുഴച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയെ. പിന്നെ ഇത് ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി. അതിപ്പം വെള്ളം ചേർത്തിട്ടൊന്നല്ല കുഴച്ചെടുക്കേണ്ടത്. പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ചേർത്ത് കുഴച്ചെടുക്കരുത്, ഹാർഡായി പോവും. അതിനായിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം തിളപ്പിച്ചെടുക്കുന്നു വേണ്ട. ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി ഇല്ലേ, അതും കൂടി ചേർത്ത് ഇങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്തിട്ടാണ് നമ്മൾ ആ പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇതിപ്പം വെള്ളം ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ. ഇപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് ഒരു 3/4 ഗ്ലാസ്സിന് കുറച്ച് മേലെ വരെ വെള്ളം മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതാ കുഴച്ച് മറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നേരം ഇവരിവിടെ കിടന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ആ ഉണ്ട മോഡലിലെ ബോൾസ് മോഡൽ അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഞാനതിങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയൊക്കെ വെച്ച് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഇതാ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇതിലോട്ട് വാരിപ്പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ എല്ലാം ഇതിൽ കൊള്ളുന്നായിരുന്നു കേട്ടോ. അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് മറിഞ്ഞ് വന്നോട്ടെ. ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിച്ചോളാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മാത്രം മതി. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതങ്ങ് കരിഞ്ഞു പോവും, ഉള്ളൊന്നും വേവില്ല കേട്ടോ. പിന്നെ ഹാർഡായി പോവും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് നല്ലോണം തിളച്ച് മറിഞ്ഞൊക്കെ വരുന്നുണ്ട് എണ്ണ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഇത്ര നാളും ബ്രെഡ് കൊണ്ടൊക്കെ അല്ലേ ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കി തിന്നത്. അപ്പം ഇതൊരു വെറൈറ്റി അല്ലേ, നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കിയേ, ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രാക്കൊക്കെ കാണുന്നത്. ക്രാക്ക് വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര ലൈന് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സംഭവമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് പഞ്ചസാര ലൈനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ലൈനിൽ ഇടുന്ന സമയത്ത് അത് ചൂടാക്കണേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലേ, അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ചൂടോട് കൂടി വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് എത്ര നേരം വേണേലും ഇതിൽ ഇടാം കേട്ടോ. അബ്സോർബ് ചെയ്തു ഇതിൽ എത്ര നേരം കിടക്കുന്നു അത്രയും നേരം അബ്സോർബ് ചെയ്തിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് വരിക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ മക്കള് വരുന്നവരെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെച്ചതാണ്. ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്. നമ്മുടെ സംഭവം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടല്ലേ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ.